എന്താ പാല പറയണ്ടല്ലോ അപ്പോ എന്താ അത് അതിത്തിരി മീ വാങ്ങിച്ചാ വീട്ടിലേക്ക് സ്വാമി വരണ്ടെങ്കിൽ ചായ എടുത്തതാ. സ്വാമി ഇവിടെ എത്തിയപ്പോ ബസ്സിന് വണ്ടി കയറിയിട്ടാ പോയി. ആ ചായ നമ്മള് കാലത്ത് തന്നെ നമ്മള് കുടിക്കുന്നത്. നമ്മളിവിടെ ചായ കൊടുക്കാനാണ് ഇത് ഉണ്ടാക്കണത്. ഇത് നമ്മള് കുടിക്കാൻ തന്നെയായി ഇപ്പോഴും. അയാളങ്ങനെ തന്നെ ആര് വിളിച്ചാലും ആളെ കൂടെ പോകും. പീരിയെ കണ്ടില്ലെന്ന് ആ വന്നല്ലോ. വരട്ടാ ഒരു ചായ സാമയിട്ട് വന്നില്ലേ മിണ്ടണ്ട. അയാൾക്ക് ഉണ്ടാക്കി ചായ ഭാരതത്തിന് കുടിച്ചിട്ട് ചൂടായിട്ട് അയാൾ ഇരിക്കുന്നത്. വല്ലട്ടാ ഒരു കാപ്പി. പീരിദാസനുണ്ട? ദാസൻ അപ്പൊ അടുത്ത ചായയും മേത്തായി. ആറാഴ്ചത്തെ കാശ ബാക്കി കയ്യിലെങ്ങനെ അവന് കിട്ടിയ പണിയില്ലാണ്ടാവും രാജാ. ഒരു ചായ. സാമേട്ടാ എവിടായിരുന്നു? നീ എവിടേക്ക് പോയടാ? അതിനിപ്പോ എത്രാമത്തെ ചായ കുടിക്കണം? 10 രൂപ ചായ പോയുള്ളോ? ഇവിടെ നിന്നാലേ 5000 പലിശയും പോകും. അത് താൻ കൊടുക്കൂ. ആടാ അതിന് ഞങ്ങൾ കൊടുക്കാം. നീ എടുക്കുമ്പോ നോക്കണേ. ഇതൊന്നും പറയിപ്പിക്കണ്ടാ. നമുക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വരണവരോടൊക്കെ നോണ പറയുമ്പോ വരും. നീ എല്ലാവരും പലിശക്ക് പൈസ നീ കുറച്ച് പണിക്ക് പൊക്കി വിടറ. പണിയില്ലാണ്ടല്ലോ. ഞാൻ പണിക്ക് പോകണ്ടല്ലേ? ബാലേട്ടാ ഞാനാ ഗുണ്ടനെ മേടിച്ച് പോയതൊന്നല്ല. ആ മേടിച്ച മീൻ വീട്ടിൽ കൊടുക്കാൻ പോയതാ. ആ മീന് കിട്ടണ്ടയാ കഷ്ടം. ദാസ ഈ പലിശ പരിപാടി നോക്കിട്ട് പോരാൻ നോക്ക്. ഇതൊരു തന്നെ ലഹരിയാണ്. ഇത് പിടിപെട്ടാതെ ഇത് നൂരി പോരാൻ ഭയങ്കര പാടാ. ഇനിയെങ്കിലും നീ ഒന്ന് ശ്രദ്ധിക്കും. നീ കുറച്ചേ കൊടുത്ത് വീട്ടാ നോക്ക്. തീർക്കാൻ നോക്കണ്ടല്ല. ഒരെണ്ണം തീരുമ്പോ വേറൊന്ന് തുറക്കും. വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ അവർ നമുക്ക് ദൈവങ്ങളാ. പക്ഷെ കൊടുക്കാൻ പറ്റാതെ വന്നാലേ ഏറ്റവും വലിയ ശത്രുക്കളാ. പണമാണ് മോനെ എല്ലാ ബന്ധങ്ങളെയും തകർക്കുന്നത്. ബാലേട്ടാ ചായ. ഇനി നിനക്കുള്ള ചായ അടുത്ത ആഴ്ച.